അയൽക്കാരായ പെൺകുട്ടികളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ച ഒരു വിരുദ്ധൻ അയാൾ അറസ്റ്റിലായി. പ്രതി സ്റ്റുഡിയോയിലെ ആൽബം ഡിസൈനറാണ്. മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് 30-ലധികം സ്ത്രീകളുടെ ചിത്രങ്ങളാണ്. കാസർകോട്ടെ ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇരയിണ്ണി സ്വദേശി അനൂപ് ഇയാളാണ് അറസ്റ്റിലായത്. സ്റ്റുഡിയോയിൽ ആൽബം ഡിസൈനിങ്ങിന്റെ ജോലിയാണ്. ആ ജോലിയുടെ മറവിലാണ് ഈ ചെയ്യുന്നതെല്ലാം. ഫോട്ടോ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കി ടെലഗ്രാം ആപ്പ് വഴി പ്രചരിപ്പിച്ചു എന്നാണ് കേസ്. കാസർഗോഡ് സൈബർ സെല്ലിന്റെ നേതൃത്വത്തിലാണ് ഈ അറസ്റ്റ് നടന്നത്. ടെലിഗ്രാം ആപ്പ് വഴി പ്രചരിപ്പിച്ചുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തുവെന്ന് പോലീസ് പറയുന്നു. പ്രതി അയാളുടെ പേര് അനൂപ് എന്നാണ്. അയാള് നമ്മുടെ ആദൂർ പോലീസ് സ്റ്റേഷൻ താമസിക്കും. ഇരിയണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശവാസികളുടെ തന്നെ ഫോട്ടോകൾ ഈ മോർഫ് ചെയ്തിട്ട് വിവിധ സമൂഹ മാധ്യമങ്ങൾ ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നു. അതിനകത്ത് ആ നാട്ടുകാരായിട്ടുള്ള പെൺകുട്ടികളുണ്ട്. പിന്നെ അതേ ഗ്രൂപ്പിൽ തന്നെ ഈ പുരുഷന്മാരുടെ ഫോട്ടോസും പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പരാതികൾ വന്നു. നമ്മളങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അങ്ങനെ അത് പ്രചരിപ്പിച്ച സമൂഹ മാധ്യമങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചു. അപ്പോൾ നമുക്ക് ഈ പ്രതിയിലേക്ക് നയിക്കുന്ന ഡീറ്റെയിൽസ് കിട്ടി. അതിൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു. അങ്ങനെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടിയ പരാതി ആദ്യം ഒരു പരാതിയായിരുന്നു. അത് പ്രകാരമാണ് കേസെടുത്തത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ അതും കൂടാതെ മറ്റ് നിരവധി ആളുകളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഫോട്ടോകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് പരാതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചേർത്ത് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിയുടെ കൂടെ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ടെലിഗ്രാം പോലുള്ള ഗ്രൂപ്പുകൾ ഇങ്ങനെ മറ്റ് ഗ്രൂപ്പുകൾ വല്ലതും ഉണ്ടോ എന്ന് കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് നമ്മൾ ടെലിഗ്രാമിനും അതുപോലെ തന്നെ മറ്റ് സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾക്ക് നമ്മൾ ഔദ്യോഗികമായിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടി കിട്ടുന്ന മുറയ്ക്ക് ബാക്കിയുള്ള ആളുകളെ പ്രതിയെ ചേർത്ത് അന്വേഷണം നടത്തുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഈ പ്രതിയുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 2 മൊബൈൽ ഫോണുകളും അയാളുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറും അതിൻ്റെ ഹാർഡ് ഡിസ്കുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. അത് പരിശോധനയ്ക്കായിട്ട് അയക്കുന്നുണ്ട്. ടെലഗ്രാമിൽ ചിത്രം കണ്ടതോടുകൂടിയാണ് പെൺകുട്ടികൾ പരാതിയുമായി എത്തുന്നത്. പ്രതി പെൺകുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ നിന്ന് ഫോട്ടോകൾ കൈക്കലാക്കും. അതുപയോഗിച്ചാണ് ഈ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ടെലഗ്രാമിൽ പ്രചരിപ്പിക്കുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് ആദ്യം ഒരു പെൺകുട്ടി സൈബർ സെല്ലിൽ പരാതി നൽകാൻ എത്തിയതാണ്. അന്ന് ഈ യുവാവിനെ വിളിച്ചു വരുത്തിയെങ്കിലും മൊഴി നൽകാൻ തയ്യാറായില്ല ഇയാൾ. അങ്ങനെ വിട്ടയച്ചു. 3 പെൺകുട്ടികൾ കൂടി പരാതിയുമായി മുന്നോട്ട് വന്നു. അങ്ങനെയാണ് കേസെടുക്കുന്നത്. പിന്നീട് യുവാക്കൾ ഉൾപ്പെടെ പരാതിയുമായി എത്തിയെന്ന് പോലീസ് പറയുന്നു. ഇതിലേക്ക് ഇത് ഫോട്ടോകള് സാധാരണ ഫോട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ പ്രതിയാണ്. അതിനകത്ത് തന്നെയുള്ള മറ്റംഗങ്ങളായിരിക്കാം ഇത് ചിത്രീകരിച്ച് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് എടുക്കുന്നത്. അത് ഇയാളുടെ അറിവോടുകൂടി തന്നെ ആയിരിക്കും. കാരണം അല്ലെങ്കിൽ ഇയാൾ അങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിരവധി പെൺകുട്ടികളുടെ പരാതിയുണ്ട്, നാട്ടുകാരുടെ അല്ലാതെ ആണുങ്ങളുടെയും പരാതിയുണ്ട്. കാരണം അവരുടെയൊക്കെ ഫോട്ടോകൾ ഇങ്ങനെ ദുരുപയോഗിച്ചിരിക്കാന്നൊരു സംശയം അവർക്കുണ്ട്. അതുകൊണ്ട് അവരെല്ലാം നമുക്ക് പരാതി തന്നിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് കേസുമായി ചേർത്ത് അന്വേഷിക്കുന്നു. നമുക്കിപ്പോൾ ഒരു 5-6 പരാതി കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഈ കേസുമായി ചേർത്ത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഈ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് കൂടുതലായിട്ട് നമ്മൾ പ്രതിയെ ചേർക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. പൈസ അല്ല, അയാളുടെ ഒരു മോഡസ് ആയിരിക്കും. കാരണം ഈ ഇങ്ങനെയുള്ള നിരവധി ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയ രംഗത്തുണ്ട്. ടെലിഗ്രാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ഗ്രൂപ്പുകളിൽ. അപ്പോൾ ഇത്തരം ആളുകളുടെ അശ്ലീല ചിത്രങ്ങൾ കാണുകയും അത് ആസ്വദിക്കുകയും അത് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത സമൂഹത്തിൽ കൂടി വരുന്നുണ്ട്. വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അവന്റേത്. എന്നാലും ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അനൂപിന്റെ അക്കൗണ്ടിലൂടെയാണ് ചിത്രങ്ങൾ പുറത്തു വന്നത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കൂടുതൽ യുവതികൾ പരാതിയുമായി മുന്നോട്ട് വരാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.